ആരുടെയെങ്കിലും വീട്ടിൽ ആടുണ്ടോ ആ വീട്ടിൽ ബറക്കത്തുണ്ടെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. ആട് ബറക്കത്തുള്ള ജീവിയാണ്, നിങ്ങളുടെ വീട്ടിൽ വളർത്തണേ. നായ നമ്മളെ നാട്ടിലൊക്കെ ഒരുപാടുണ്ട്. സുബ്ഹാനല്ലാഹ്, ഒരു പ്രസവത്തിൽ തന്നെ 6ഉം 7ഉം കുഞ്ഞുങ്ങളാണ് ഈ നായക്കുണ്ടാവുന്നത്. പക്ഷേ കാണാനുണ്ടോ? ഇല്ല. നമ്മൾ റോഡിലൂടെ പോകുമ്പോ ഓരോ സ്ഥലം ഇങ്ങനെ കഴിയുമ്പോ 2 എണ്ണം 3 എണ്ണം ചിലപ്പോ ഒരെണ്ണം ഇങ്ങനെ ചത്ത് കിടക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്, അതിനൊരു ബറക്കത്ത് അല്ലാഹു തആല കൊടുത്തിട്ടില്ല. എന്നാൽ ആട് ഒരു പ്രസവത്തിനൊക്കെ ചിലപ്പോ 2 എണ്ണം, ഏറിയാൽ ഒരു 3 എണ്ണം, അതിന്റെ അപ്പുറത്തേക്ക് പോകില്ല. എത്ര കാലായി നമ്മൾ ഇങ്ങനെ കഴിക്കാൻ തുടങ്ങിയിട്ട് ആട്? അത് തീരുന്നുണ്ടോ? എപ്പോ ചെന്നാലും ആട്ടിന്റെ ഇറച്ചിയുണ്ട്, മാഷാ അല്ലാഹ്. അപ്പൊ ആടിന്റെ ബറക്കത്ത് വല്ലാത്ത ബറക്കത്താണ്. അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രധാനമായി എടുത്തു പറഞ്ഞ ജീവിയിൽ ഒരു ജീവിയാണ് ആട് എന്ന് പറയുന്ന ജീവി. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, നിങ്ങളുടെ വീടുകളിൽ കാരുണ്യ പ്രവർത്തനം നടത്തണോ? എങ്ങനെയാണ് നടത്തേണ്ടത്? കണ്ടില്ലേ പ്രളയം വന്നപ്പോ, കണ്ടില്ലേ കൊറോണ വന്നപ്പോ, പലരും പെരുന്നാളിന് വീട്ടിൽ മക്കളുമായി, അതാ ഭാര്യയുമായി ഉമ്മയുമായി നല്ല സന്തോഷത്തിൽ പെരുന്നാളിന് നല്ല ചോറ് കഴിക്കുമ്പോ നമ്മുടെയൊക്കെ എത്രയെത്ര പ്രവർത്തകരാണ് കൊറോണ വന്ന് മരണപ്പെട്ടിട്ട് ഖബർസ്ഥാനില്ല, ഖബറടക്കാൻ നിൽക്കുന്നത്. എത്രയോ സ്ഥലത്താണ് പ്രളയം വന്നിട്ട് ആ മണ്ണിന്റെ അടിയിൽ നിന്ന് അതാ മൃതദേഹങ്ങൾ എടുക്കാൻ വേണ്ടി നമ്മുടെ സഹോദരങ്ങൾ പെരുന്നാൾ പോലും ആഘോഷിക്കാതെ, വീട്ടിലെ സന്തോഷം നോക്കാതെ അതാ രക്ഷാപ്രവർത്തനത്തിന് പോയത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നാളെ നിങ്ങൾ ശുഹദാക്കളുടെ കൂട്ടത്തിലാണ്. അതാ സാന്ത്വനത്തിന്റെ പ്രവർത്തകര്. റബ്ബേ നീ ബറക്കത്ത് നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. അപ്പൊ നാട്ടിലൊക്കെ നമ്മൾ കാരുണ്യ പ്രവർത്തനം നടത്തും. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ കാരുണ്യ പ്രവർത്തനം നടത്തണോ? എങ്ങനെയാണ് നടത്തേണ്ടത്? നിങ്ങളുടെ വീട്ടിലുള്ള ജീവികൾക്ക്, നിങ്ങളുടെ വീട്ടിലുള്ള ജീവികൾക്ക്, ആടുള്ളവര് അതിന് ആഹാരം കൊടുക്കണോ? അതിന് വെള്ളം കൊടുക്കണോ? അതിന് രോഗം വന്നാൽ ശുശ്രൂഷിക്കണോ? ഇങ്ങനെ നിങ്ങളുടെ വീട്ടിൽ കാരുണ്യ പ്രവർത്തനം നടത്തിയാൽ അല്ലാഹു നിങ്ങളുടെ വീട്ടിൽ സന്തോഷം തരുന്നതാണ്, സമാധാനം തരുന്നതാണ്. ഇന്ന് അതില്ലല്ലോ. ആർക്കും ഇന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്താൻ സമയമില്ല. എല്ലാവരും മൊബൈലിന് അഡിക്റ്റാണ്. ഇങ്ങനെയുള്ള ലൈവ് നടത്തുന്നതല്ല. ഈ പരിപാടികളൊക്കെ നമ്മളെ സ്വർഗത്തിലേക്ക് നയിക്കുന്ന മജ്‌ലിസാണ്. ഇങ്ങനെയുള്ള മജ്‌ലിസിൽ പങ്കെടുക്കുന്ന കാര്യമല്ല പറയുന്നത്. ബാക്കിയുള്ള അനാവശ്യമായി നമ്മളുടെ സമയങ്ങൾ മൊബൈലിലൂടെ ചെലവഴിക്കുമ്പോ ഇന്ന് ആടിനെ വളർത്താൻ, കോഴിയെ വളർത്താൻ, എന്തിനേറെ പറയണോ, വീട്ടിലുള്ള വയ്യാത്ത സുഖമില്ലാത്ത അതാ ഉമ്മമാരെ നോക്കാൻ നമ്മളെ കുടുംബങ്ങൾക്ക് സമയമില്ലാതായി പോയി. റബ്ബേ, ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ അല്ലാ. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ആട് ബറക്കത്തുള്ള ജീവിയാണ്. ആ ആടിന് നിങ്ങൾ ആഹാരം കൊടുത്താൽ, ആ ആടിന് വെള്ളം കൊടുത്താൽ, ആ ആടിന് നിങ്ങൾ രോഗം വരുമ്പോ മെഡിസിൻ കൊടുത്താൽ നിങ്ങളുടെ വീട്ടിൽ വലിയ സമാധാനവും സ്നേഹവും ഐക്യവും ബറക്കത്തും ഉണ്ടാകുമെന്ന് ലോകത്തിന്റെ ഗുരുവേ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു ദിവസം ഹബീബായ മുത്തു റസൂലുള്ളാഹി തങ്ങള് ഉമ്മു സലമ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. ഹബീബായ തങ്ങൾ ചോദിക്കുകയാണ്, ഉമ്മു സലമ, നിന്റെ വീട്ടിൽ ബറക്കത്ത് വേണ്ടേ? ഉമ്മു സലമ, നിന്റെ വീട്ടിൽ അല്ലാഹുവിന്റെ മഹനീയമായ ബറക്കത്ത് വേണ്ടേ മോളെ?
മഹദിയവറുകൾ പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ വീട്ടിൽ അത്യാവശ്യത്തിന് ബറക്കത്തുണ്ടല്ലോ നബിയേ, എന്റെ വീട്ടിലൊരു പ്രശ്നവുമില്ലല്ലോ. ആ സമയത്ത് മദീനയുടെ നേതാവ്, കാരുണ്യത്തിന്റെ നേതാവ് ഗുംബദേ ഖസ്റാഇന്റെ താഴെ കിടന്ന് നമ്മളുടെ എല്ലാ വേദനകളും വിഷമങ്ങളും അറിയുന്ന മദീനയുടെ രാജാവ് പറയുന്നു, മോളെ നിന്റെ വീട്ടിൽ ബറക്കത്തുണ്ട്, അത് ശരിയാണ്. പക്ഷേ നിന്റെ വീട്ടിൽ ബറക്കത്ത് നിരന്തരം അള്ളാന്റെ അടുത്ത് നിന്ന് വേണോ? നീ ഒരു ആടിനെ വാങ്ങിക്കോ, വീട്ടിൽ വലിയ സമാധാനം ലഭിക്കുന്നതാണ്. നിന്റെ വീട്ടിൽ പിന്നെ ബറക്കത്ത് നഷ്ടപ്പെടുകയില്ല. ആരാണ് പഠിപ്പിക്കുന്നത്? എല്ലാത്തിന്റെയും ഉറവിടമായ, എല്ലാം വിതരണം ചെയ്യുന്ന ഹബീബായ മുത്തു റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഹബീബായ മുത്തുനബി തങ്ങൾ പറയുകയാണ്, ആടുകളുള്ള വീടുകളിൽ അല്ലാഹുവിന്റെ മാലാഖമാർ കാവൽ നിൽക്കും. സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ ആ വീട്ടുകാർക്ക് വേണ്ടി ആ മാലാഖമാർ, ആ മലക്കുകൾ ദുആ ചെയ്യും, റബ്ബേ ഈ വീട്ടിന് നീ വലിയ ബറക്കത്ത് നൽകണേ അല്ലാ, ഈ വീട്ടിന് നീ വലിയ ഐശ്വര്യം നൽകണേ അല്ലാ എന്ന് മാലാഖമാർ ആടുകൾ വളർത്തുന്ന വീടുകൾക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരൊക്കെ ആടിനെ വളർത്തിയവരാണ്, ആടിനെ മേയിച്ചവരാണ്. ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് എല്ലാവരും വീട്ടിലൊരാട് വാങ്ങണം. ഭർത്താക്കന്മാരെ കുത്തിന് പിടിച്ചിട്ട് വാങ്ങാൻ നിൽക്കണ്ട. ഇനി ഭർത്താക്കന്മാർ ഇത് പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് ഇന്നിനിപ്പോ പ്രശ്നം ഉണ്ടാവണ്ട. ഉസ്താദ് പറഞ്ഞ് അയിനൂറിൽ ആട് വാങ്ങണം, അതുകൊണ്ട് നാളെ ആട് നിർബന്ധമാണ്, അല്ലെങ്കിൽ നാളെ നിങ്ങൾ വീട്ടിൽ കയറണ്ട എന്നൊന്നും പറഞ്ഞു കളയണ്ട കേട്ടോ. നല്ല ആത്മാർത്ഥമായിട്ട് രണ്ടുപേർക്കും പരസ്പരം ഐക്യാണെങ്കിൽ നീ വളർത്തിക്കോ മോളെ. ചില ആൾക്കാർ പറയും, ഭർത്താവ് പറയും നീ നോക്കാന്നുണ്ടെങ്കിൽ ഓക്കെ എന്ന് പറയും, ഓള് പറയും ഇക്ക നോക്കാന്നുണ്ടെങ്കിൽ ഞാൻ ഓക്കെ. അങ്ങനെ രണ്ടുപേരും ഓക്കെ ആണെങ്കിൽ ഇൻഷാ അല്ലാഹ് വാങ്ങിയാൽ വലിയ ബറക്കത്താണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് അല്ലാഹു ആടുകളുള്ള വീടുകൾക്ക് വലിയ ബറക്കത്ത് നൽകുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ അബ്ദുറഹ്മാൻ ഔഫ് തങ്ങൾ പറയുകയാണ്. ഒരിക്കൽ ഹബീബായ മുത്തുനബി തങ്ങൾ പറഞ്ഞു, എന്താണ് അല്ലാഹുവിന്റെ ഹബീബായ മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? അബ്ദുറഹ്മാൻ ഔഫ് തങ്ങളെ, നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ബറക്കത്ത് എടുത്തു പോവുകയില്ല. കാരണം അബ്ദുറഹ്മാൻ ഔഫ് തങ്ങളുടെ വീട്ടിൽ ധാരാളം ആടുകൾ ഉണ്ടായിരുന്നു എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്.